കാലവർഷ കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ഇന്ന് രാവിലെ ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്, ചില പ്രദേശങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഉണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണിവരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും ഒരു കുട്ടി അപകടത്തിൽ പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ, ഇടുക്കിയിൽ 2 പേർ, വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേരും മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേരും മരിച്ചു, ഒരാള് മിസ്സിംഗ് ആണ്. കണ്ണൂര് ഒരാള് മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാള് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിംഗ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി അത് കൂടാതെ ദുരന്ത 30/7/2026 തന്നെ ഇതിന്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായി യോഗം നടത്തി തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ടുണ്ട്. 1/8/2026 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായിട്ട് വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്. പിന്നെ NDRFന്റെ ടീം പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. 2 ടീം കോട്ടയത്തിന് കൊടുത്തിട്ടുണ്ട്. അധികമായി 2 NDRF ടീം ആരക്കോണത്ത് നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പുറപ്പെടും ഏത് സമയത്തും. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. ITBPയുടെ ആലപ്പുഴയിൽ ആവശ്യമാണെങ്കിൽ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ആവശ്യമാണെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിനെ നിയമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ട് 3596 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയിലെ ജലസംഭരണിയിലെ 38.91% ഉള്ളു വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പൊ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആകെ മൂഴിയാറിലാണ് വെള്ളം. അത് മൂഴിയാറില് 2022 മുതൽ അതിന്റെ ഒരു സംവിധാനം ഉള്ളതാണ്. ചെറിയ അണക്കെട്ടുകളിലെ സ്ഥിതി അങ്ങനെയാണ്. ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാം. ഇത്തരം അണക്കെട്ടുകളിൽ രാത്രി ജലം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ദിവസവും 2 വട്ടം അതാത് അണക്കെട്ടുകളുടെ ചുമതലയുള്ള വകുപ്പുകൾ, ഒന്ന് KSEB,
ഒന്ന് ജലസേചന വകുപ്പ് വിലയിരുത്തുക, ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് ജില്ലാ കളക്ടറെ അറിയിക്കുക. ജില്ലാ കളക്ടറുടെ കൂടെ അംഗീകാരത്തോടുകൂടി മാത്രമേ തുറന്നുവിടുള്ളൂ. അത് ചെറിയ അണക്കെട്ടുകളാണ്, വളരെ ചെറിയ. അതാണ് ഈ മൂഴിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാധ്യതകൾ മാത്രമാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കടലാക്രമണ സാധ്യതയുള്ള സ്ഥലവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പൊ അത് ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഗതിയിൽ കിട്ടുന്നത്, മരിച്ചവർക്ക് കിട്ടുന്നത് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRF-ൽ നിന്ന് 2 ലക്ഷം രൂപ. അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. പിന്നീട് നമുക്ക് നേരത്തെ നമ്മൾ ഈ വലിയ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി, വീടില്ല, ആ സ്ഥലത്ത് വീടും വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്, 10 ലക്ഷം രൂപ. അത് 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 12 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്, അത് 6 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷം ആയിരുന്നത് 12 ലക്ഷമാക്കി. നേരത്തെ 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുത്തിരുന്നത് നമ്മൾ 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. കാരണം ഈ വീടിന്റെ മെറ്റീരിയൽസിനൊക്കെ വില കൂടി. ഇത് പണ്ടെങ്ങാണ്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന റേറ്റ് ആണ്. ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്, ഇപ്പൊ കൂട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അത് കൂട്ടായി കൊടുക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൃഷിനാശത്തിനും ചെറിയ തോതിലുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് 2.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നശിച്ചാൽ 13,500 രൂപയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൃഷിനാശത്തിന് വളരെ ചെറിയ നഷ്ടപരിഹാരമാണ്. അത് ഒരു പ്രപ്പോസൽ കൃഷി വകുപ്പിൽ നിന്നുകൂടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ക്യാബിനറ്റ് യോഗവും കൂടി കൃഷിനാശം ഉണ്ടായവരുടെ നഷ്ടപരിഹാരം കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നമ്മൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അത് എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്ന് തീർച്ചയായിട്ടും അത് അറിയിക്കും. അല്ല, ഇപ്പൊ ഇല്ല, അവിടെയൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. നമുക്ക് യാതൊരു റിപ്പോർട്ടും അത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. വലിയ ഡാമുകളിൽ പക്ഷെ വലിയ ഡാമുകളിൽ കുഴപ്പമാണ്, എല്ലാ ഡാമും തുറന്നുവിടാൻ പോകണമെന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഞാൻ ആ വലിയ ഡാമുകളാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക്, അതായത് 2 വട്ടം പരിശോധിക്കണമെന്നാണ്. 2022 ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, 2022 ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. അത് ചെറിയ തോതിലെ ചെറിയ ഡാമാണത്, ചെറിയ ഡാം, വളരെ ചെറിയ തോതിലുള്ള വെള്ളം അല്ല. ഇത് ലാൻഡ് സ്ലൈഡ് വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഇഷ്ടംപോലെ ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചില സ്ഥലങ്ങളിൽ സാധാരണ 200 ഇത് കൂടുതലായി മില്ലിലിറ്ററി കൂടുതലായിട്ട് മഴ പെയ്താൽ അത് എക്സ്ട്രീം ഹെവി റെയിനാണ്. ഇത് ചില സ്ഥലത്ത് 300 പെയ്തേക്കണം. ഒരു സ്ഥലത്ത് വടശ്ശേരിക്കരയിൽ 350 ചെയ്തിരിക്കുന്നത്. 350 മഴയാണ് ഉണ്ടായിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ. അപ്പൊ ഈ പ്രഡിക്ഷൻ ഇതാണ്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അങ്ങനെയുള്ള സാധാരണ മഴ പെയ്യുന്നതിന്റെ അല്ല ഇതുണ്ടായിരിക്കുന്നത്. ഇത് അതിതീവ്ര മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത്. 350 മില്ലിയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ 200 മീതെ എക്സ്ട്രീം ഹെവി റെയിനാണ്. അത് 300 പോയി, വടശ്ശേരിക്കരയിൽ അത് 350 വരെ പോയി.
ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസത്തിന്റെ കൂടി ഭാഗമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിലെ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. എൽനിനോയുടെ ഏറ്റവും വലിയ പ്രശ്നം വരൾച്ചയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അവർ പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്. 31 രാത്രി ഓറഞ്ച് അലേർട്ട് കിട്ടിയിട്ടും സിഎം പറഞ്ഞ ഈ മഴയുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് ആ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് പരാതി? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല. സിഎം അനൗൺസ്മെന്റ് നടത്തിയില്ല. എല്ലാ ക്യാമ്പുകളെല്ലാം റെഡിയാണ്. ക്യാമ്പുകളെല്ലാം, അതായത് ഞാൻ പറഞ്ഞുതരാം, പ്രീ മൺസൂൺ യോഗം ചേർന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോ പറഞ്ഞല്ലോ 30-ാം തീയതിയും 1-ാം തീയതിയും യോഗം ചേർന്നു. 30-ാം തീയതി ദുരന്ത നിവാരണ വകുപ്പ് ഒന്നുകൂടി എല്ലാ പ്രിപ്പറേഷനും എടുത്ത് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയായിരുന്നു. ക്യാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എവിടെയാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് അതിതീവ്ര മഴ പെയ്യുന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള പറഞ്ഞ സാഹചര്യം, അതായത് പെട്ടെന്ന് ഇത്രയും വലിയ അളവിൽ മഴ പെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് പെട്ടെന്നുള്ള അനൗൺസ്മെന്റുകൾ, പ്രാദേശികമായ മെസ്സേജുകൾ, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് റാന്നിയിലൊക്കെ. ഇല്ല, അതൊന്നും അങ്ങനത്തെ അതിനുള്ള സമയം ഇല്ല. ആ അറിയിപ്പാണ്, മെസ്സേജ് മാത്രമാണ് പോകുന്നത്. എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. അല്ല, ഇത് നമുക്ക് ഇപ്പോൾ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനത്തില് ഇതാണ് കിട്ടിയിരിക്കുന്നത്. IMDയുടെ ഇതാണ് രാത്രി അർദ്ധരാത്രി വൈകുന്നത് വരെ കിട്ടിയിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും റെഡിയാണ്. ജില്ലാ കളക്ടർമാർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻമാരുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും റിലീഫ് ക്യാമ്പുകളും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതെന്തറിയാം, ഇതിന്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമുള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ ഇതേ ചോദ്യം പ്രീ മൺസൂൺ മീറ്റിംഗിൽ IMDക്കാരോട് ചോദിച്ചാൽ, നിങ്ങളിത് റഡാറിൽ കണ്ടു കഴിഞ്ഞാൽ ഇവാക്യുവേഷനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത തരത്തിലുള്ള വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ കഴിഞ്ഞ വർഷമാണ് അതിന് മുമ്പ് എടപ്പള്ളി ടൗണിൽ എറണാകുളം സിറ്റിക്കകത്ത് പെയ്തു, ഒരു പിടിയുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് മഴ പോകുന്നത്. ഇത് ഈ പ്രത്യേകിച്ചുള്ള ടെറൈൻ അല്ലേ, പത്തനംതിട്ടയിലേക്കുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെറൈൻ ഉള്ള സ്ഥലത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴാണ് ലാൻഡ് സ്ലൈഡും ഉണ്ടാവുന്നു. ധാരാളം ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ടായി. ഇപ്പൊ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലാൻഡ് സ്ലിപ്പുകളെല്ലാം അല്ല, നമ്മളത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് പ്രോഗ്രാം കുറെ കൂടി ശക്തിപ്പെടുത്തുക. ഇപ്പൊ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഏജൻസികളെ ബന്ധപ്പെടുത്തി ഏറ്റവും മികച്ച ഒരു മോഡൽ പ്രഡിക്ഷനും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതിന് സംവിധാനം ഉണ്ടാവും. 3-4 ദിവസം മുമ്പ് നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ടൊരു യോഗം നമ്മൾ ചേർന്നിരുന്നു. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ അതുമായിട്ട് സഹകരിക്കാൻ, യൂണിവേഴ്സിറ്റിയാണ് നന്നായിട്ട് ചെയ്യുന്നത്, അവരുടെ അടക്കം കേരളത്തിലെ ഹ്യൂം സെന്റർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് IMDക്ക് പോലും ഉള്ള പരിമിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. IMDക്ക് പോലും ഇത് പുതിയ പ്രതിഭാസമാണ്. റാന്നിയിലുള്ളതുപോലുള്ള ഒരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. അവർ പറഞ്ഞത് തലേന്ന് ഇത്തരം സംഭവം ഉണ്ടാവുമ്പോൾ ഹാർബറുകളിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. അത് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മുടെ അത് ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ള ഇൻഫർമേഷൻ IMDയുടെ നിങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം, അതില്ല. ആ കടലിൽ പോയവർക്ക്, കടലിൽ രാത്രിയല്ലോ പോകുന്നത്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വിവരം ഇല്ലായിരുന്നു അതുവരെ. അല്ല, അത് അവര് പ്രഡിക്ഷനാണ് അവരുടെ. പിന്നീട് അവർക്ക് അത് അറിഞ്ഞിട്ടേ അവരത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഇന്ന് തന്നെ മറ്റേ അലർട്ട് കൊടുത്ത്, യെല്ലോ അലർട്ട് കൊടുത്തിട്ട് പിന്നെ ഓറഞ്ച് ആക്കി. അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്. അത് SOP അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ അത് മാത്രം പോരാ. കാരണം ഞങ്ങളല്ലേ ആദ്യം IPCC റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ഞാൻ പരിഹസിക്കപ്പെട്ടാണെന്ന്. ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടും അതുമേലെ നാസ അനാലിസിസും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമസഭയിൽ കൊണ്ടുവന്നു. എന്നെ ഒരുപാട് പേര് പരിഹസിച്ച് ഇതൊക്കെയാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച്. കാരണം കേരളം വൾണറബിൾ ആണ്.
പണ്ട് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന പുലിക്കടലിലുണ്ട്. കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെയുള്ള ഏരിയയിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏത് സമയവും എക്സ്ട്രീം ഹെവി, ഞാൻ അന്ന് പ്രസംഗിച്ചാണ്, അന്നത്തെ അസംബ്ലിയിൽ പ്രസംഗിച്ച ഏത് സമയവും വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സംവിധാനങ്ങളെ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ അല്ല, ഈ അനുഭവത്തിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിൽ കൊണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് പ്രോഗ്രാം ഇന്ത്യക്ക് മുഴുവൻ മോഡലാവുന്ന ഒരു പ്രോജക്ട് തുടങ്ങും. അതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു. 3-4 മീറ്റിംഗുകൾ ഇപ്പൊ തന്നെ ഇതിന്റെ ഇടയിൽ കഴിഞ്ഞു. അല്ല, ഇപ്പൊ 6-7 കൂടി കനത്ത മഴ ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷെ അത് 5-ാം തീയതി ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 5-ാം തീയതി. There is an SOP to take action. When an alert is declared, orange alert or red alert is declared, there is an SOP to take procedures. They will communicate to all the disaster management authority, district collectors, the local bodies. There is a system for a red alert and another thing to take action, initial actions. There is a procedure. That procedure ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരാൾ സംസാരിക്കും. ഈ സമയത്തെ പ്രതിപക്ഷം ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു.